ഹായ് സുഹൃത്തുക്കളെ, നമുക്ക് യൂട്യൂബിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ്. പലർക്കും അറിയാം, അറിയാത്തവർക്ക് വേണ്ടിയാണ്. ഇത് നമ്മുടെ വീഡിയോയ്ക്കും അതുപോലെ തന്നെ ഓഡിയോയ്ക്കും നല്ല ക്വാളിറ്റി കിട്ടുന്നൊരു പുതിയ അപ്ഡേഷനാണ്. നമ്മളത് ഡെസ്ക്ടോപ്പ് ഓൺ ആക്കിയിട്ട് നമുക്ക് അഡ്വാൻസ് സെറ്റിങ്ങിൽ സെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും ആ സെറ്റിങ്ങിലേക്ക് പോകാം. എല്ലാവരും വീഡിയോ ശ്രദ്ധിക്കുക. നമ്മളിവിടെ സ്ക്രീൻഷോട്ട് ഇടുന്നുണ്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. HD ക്വാളിറ്റി എന്നും പറഞ്ഞ് യൂട്യൂബ് തന്നേക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. തീർച്ചയായിട്ടും നമുക്കത് എനേബിൾ ചെയ്യാം. ഓക്കെ, നമ്മൾ യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേറ്റായ വീഡിയോ ഓഡിയോ HD ക്വാളിറ്റി ഫ്രീ ആയിട്ട് യൂട്യൂബ് സർവീസ് ചെയ്യുന്നതാണ്. നമുക്കത് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയോയും വീഡിയോയും നല്ല ക്ലാരിറ്റിയിൽ, വീഡിയോ ക്ലാരിറ്റിയിലും ഓഡിയോ നല്ല ക്വാളിറ്റിയിലും നമുക്ക് കിട്ടും. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ക്രോം ഓപ്പൺ ചെയ്യുക. ക്രോം ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ YT സ്റ്റുഡിയോയിൽ കയറുക. ഓക്കെ, നമ്മൾ YTയിലെത്തി. ഫുള്ളായിട്ടില്ല, വെയിറ്റ് ചെയ്യുക. ഓക്കെ, YT കയറിയതിന് ശേഷം YTയിൽ റൈറ്റ് സൈഡിൽ ഒരു 3 ഡോട്ട് കാണാം. റൈറ്റ് സൈഡിൽ മേലായിട്ട് ഒരു 3 ഡോട്ട് കാണാം. ആ 3 ഡോട്ടിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം താഴെ ഡെസ്ക്ടോപ്പ് സൈറ്റ് ഓണാക്കി കൊടുക്കുക. ഓക്കെ, ഇവിടെ കാണാം. ഡെസ്ക്ടോപ്പ് ഓണാക്കിയതിന് ശേഷം നമ്മൾ റിട്ടേൺ ഇറങ്ങുന്നു. ഇറങ്ങിയതിന് ശേഷം നമ്മുടെ YTയിലുള്ള സെറ്റിങ് എല്ലാവർക്കും എടുക്കാൻ അറിയായിരിക്കാം, എന്തായാലും പറയണം. നമ്മുടെ YTയിലുള്ള സെറ്റിങ് എടുക്കുക. ആ സെറ്റിങ്ങാണ് ഈ ഇടത്ത് സൈഡ് മൂലയ്ക്കായിട്ട് കാണുന്നത്. ഇവിടെ കാണാമല്ലോ. ഓക്കെ, ആ സെറ്റിങ് നമ്മൾ ഓണാക്കി വിടണം. ഓക്കെ, സെറ്റിങ് ഓണായി. ഓക്കെ, ഇവിടെ ജനറലിലായിരിക്കും എപ്പോഴും നമ്മുടെ ഇത് കിടക്കുന്നത്, ജനറലിലായിരിക്കും. അവിടെ നമ്മളത് ചാനലിലേക്ക് മാറ്റുന്നു. ഓക്കെ, ഇതാണ് താഴെ ചാനലുണ്ട്. ചാനലിലേക്ക് മാറ്റി. ചാനലിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് ഇടത്തോട്ട് നീക്കി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാം അഡ്വാൻസ് സെറ്റിംഗ് എന്ന് കാണാം. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അഡ്വാൻസ് സെറ്റിംഗ്. അതിലോട്ട് മാറ്റുക. ഓക്കെ, ഇപ്പോൾ അഡ്വാൻസ് സെറ്റിങ്ങിലാണ് കിടക്കുന്നത്. അഡ്വാൻസ് സെറ്റിങ്ങിൽ മാറ്റിയിട്ട് അത് നേരെ മേപ്പോട്ട് പോക്കണം. നേരെ മേപ്പോട്ട് കിടത്തി കഴിയുമ്പോൾ നമുക്ക് താഴെയായിട്ട് കാണാം, ഏറ്റവും താഴെയായിട്ട് കാണാം. ഇതാണ് നമ്മുടെ വിഷ്വൽ ക്വാളിറ്റിക്ക് വേണ്ടി നമുക്ക് യൂട്യൂബ് തന്നേക്കുന്ന ഓപ്ഷൻസ്. അതായത് വിഷ്വൽ ക്വാളിറ്റി നമുക്ക് കിട്ടും വീഡിയോയ്ക്ക്. അതുപോലെ തന്നെ വിഷ്വൽ ക്വാളിറ്റി നമുക്ക് വീഡിയോയ്ക്കും ഓഡിയോയ്ക്കും കിട്ടും. ആ 2 ഓപ്ഷൻസാണ് ഇവിടെ. ഈ 2 ഓപ്ഷൻസ് ഓണാക്കി വിടുക. ടിക്ക് കൊടുക്കുക. അപ്പോൾ ടിക്ക് മിക്കവാറും ടിക്കിലായിരിക്കും വരുന്നത്, കാരണം പുതിയതായതുകൊണ്ട് എല്ലാവർക്കും ടിക്കിൽ തന്നെ തരും. പക്ഷെ നമ്മൾ അത് എനേബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ താഴെ വലത്തുവശത്തായിട്ട് ഒരു സേവ് ബട്ടൺ ഉണ്ട്. ഇതാണ് ആ സേവ് ബട്ടൺ. ഓക്കെ, ഇത് ഞാൻ സേവ് ചെയ്തേക്കുന്നതാണ്. എൻ്റെ പടത്തിനും വ്യത്യാസമുണ്ട്. തീർച്ചയായിട്ടും നല്ല ക്വാളിറ്റി തന്നെയാണ് വരുന്നത് ഇപ്പോൾ. അപ്പം നമ്മളിത് 2 ഓപ്ഷനും നമ്മൾ ഓക്കെ കൊടുത്തിട്ട് ടിക്ക് ചെയ്തതിന് ശേഷം ആ 2 ഓപ്ഷനും നമ്മൾ ടിക്ക് ചെയ്യണം. ഈ 2 ഓപ്ഷൻസ് ടിക്ക് ചെയ്യണം. ടിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ താഴെയുള്ള സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ സേവ് കൊടുത്തു വെച്ചാൽ മതി. ഈ സേവ് കൊടുത്തു കഴിയുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഓഡിയോയും അതുപോലെ തന്നെ വീഡിയോയും നല്ല ക്വാളിറ്റിയിലേക്ക് മാറും. അത് യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേറ്റും. അത് അറിയാവുന്നവർ കാണുമായിരിക്കാം, പക്ഷേ നമുക്ക് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അറിയാവുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് കാണും. അല്ലാതെ ചെയ്യാത്തവർക്ക് വേണ്ടിയാണിത്. അവർ തീർച്ചയായിട്ടും ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓഡിയോ വീഡിയോ രണ്ടിനും നല്ല ക്വാളിറ്റി കിട്ടും. അപ്പം കഴിവതും കൂട്ടുകാരെല്ലാം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്ഷനാണ് ഇപ്പോൾ ഇതിനകത്തുനിന്ന് കിട്ടുന്നത്. എൻ്റെ അനുഭവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.